ക്രിസ്റ്റൽ ഡിഫെക്ട്സ് എന്ന ടോപ്പിക്കിലെ പോയിന്റ് ഡിഫെക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പോയിന്റ് ഡിഫെക്ട്സിൽ നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്ട്സ് ഇതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. എന്താണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ്? ദ ഡിഫെക്ട് ദാറ്റ് ഡിസ്റ്റർബ് ദ സ്റ്റോയിഷ്യോമെട്രി ഓഫ് ദി കോമ്പൗണ്ട്, അല്ലെങ്കിൽ ദ സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഡിഫെക്റ്റാണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ്. നമ്മൾ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്ട്സ് കണ്ടു കഴിഞ്ഞതാണ്. എന്താണ് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്ട്സ്? ദ ഡിഫെക്ട് ദാറ്റ് ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോയിഷ്യോമെട്രി, അതായത് ഡിഫെക്റ്റ് ഉള്ള ക്രിസ്റ്റലിലുണ്ടെങ്കിൽ പോലും ആ റേഷ്യോ, ആദ്യമുണ്ടായിരുന്ന ഒരു സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോ ഒരിക്കലും മാറുന്നില്ല. അത് വീണ്ടും അതേപോലെ തന്നെ നിൽക്കും. 1:1 ആണെങ്കിൽ 1:1 ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഈ ഡിഫെക്റ്റ് വഴി റേഷ്യോയിൽ മാറ്റം സംഭവിക്കുന്നു. അതെങ്ങനെയാണെന്ന് ഓരോ എക്സാമ്പിളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? മെറ്റൽ എക്സസ് ഡിഫെക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റും. അപ്പോൾ ഈ പേരിൽ തന്നെ മനസ്സിലായി മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്. എന്താണ് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്? നമ്മൾ സാധാരണ AB എന്നുള്ളൊരു കോമ്പൗണ്ട് ആണെങ്കിൽ അതിൽ ആദ്യം പറയുന്നത് A, രണ്ടാമത് പറയുന്നത് B. അപ്പോൾ ആദ്യം പറയുന്നത് ഒരു മെറ്റൽ ആറ്റം ആയിരിക്കും, രണ്ടാമതുള്ളത് ഒരു നോൺ മെറ്റൽ ആറ്റം ആയിരിക്കും. അപ്പോൾ A എന്നുള്ള ആറ്റം, അതായത് മെറ്റൽ ആറ്റം ഡിഫെക്റ്റ് വഴി കൂടുതലാകുന്നു. ആ ക്രിസ്റ്റൽ ആറ്റസിൽ മെറ്റൽ ആറ്റത്തിൻ്റെ എണ്ണം നോൺ മെറ്റൽ ആറ്റത്തിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുന്നു. അപ്പോഴാണ് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റ് എന്തായിരിക്കും? ഡിഫെക്റ്റിന് ശേഷം നമ്മൾ ക്രിസ്റ്റൽ ആറ്റസിലേക്ക് നോക്കിയാൽ അതിൽ മെറ്റൽ ആറ്റം കുറവും നോൺ മെറ്റൽ ആറ്റം കൂടുതലും ഉണ്ടായിരിക്കും. ഇതാണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റിലെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റ്. മെറ്റൽ ആറ്റത്തിൻ്റെ എണ്ണം കൂടുന്ന ഡിഫെക്റ്റാണ് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്. മെറ്റൽ ആറ്റത്തിൻ്റെ എണ്ണം കുറയുന്ന ഡിഫെക്റ്റാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റ്. സാധാരണ നമ്മുടെ എക്സാമ്പിൾസിലൊക്കെ, ജനറൽ എക്സാമ്പിൾസിലൊക്കെ മെറ്റൽ ആറ്റത്തിനെ A എന്നും നോൺ മെറ്റൽ ആറ്റത്തിനെ B എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇത് അയോണിക് കോമ്പൗണ്ടാണ്. അപ്പോൾ A+B- ഇതാണ് നമ്മൾ സാധാരണ വരയ്ക്കുന്ന രീതി, A+B- എന്നുള്ള രൂപത്തിൽ. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫെക്റ്റാണ് നമുക്ക് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. എന്താണ് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്? ഡ്യൂ ടു ദിസ് ഡിഫെക്ട് ദ മെറ്റൽ ആറ്റം ബിക്കം എക്സസ് ആസ് കമ്പയർഡ് ടു ദ സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോ. അതായത് ഡിഫെക്റ്റിന് മുൻപ് ഉണ്ടായിരുന്ന റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഡിഫെക്റ്റിന് ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? A എന്നുള്ള ആറ്റം, അതായത് മെറ്റൽ ആറ്റം എക്സസ് ആയിരിക്കും. എന്തിനേക്കാൾ? ആ നോൺ മെറ്റൽ ആറ്റത്തിനേക്കാൾ, അല്ലെങ്കിൽ സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോ അനുസരിച്ച് ഉണ്ടാകുന്നതിനേക്കാൾ. ഇനി എങ്ങനെയൊക്കെയാണ് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് ഉണ്ടാകുക? രണ്ട് രീതിയിലാണ്. ഒന്ന് ആനിയോൺ വേക്കൻസി വഴിയും, അടുത്തത് എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്. രണ്ട് രീതിയിൽ. അതായത് ഒരു നെഗറ്റീവ് അയോൺ ക്രിസ്റ്റൽ ആറ്റസിൽ നിന്ന് പോകുന്നത് വഴി എന്ത് സംഭവിക്കും? പോസിറ്റീവ് അയോൺ സ്വാഭാവികമായിട്ട് കൂടും, അല്ലേ? 6 A+ 6 B- ഉള്ള ഒരു ക്രിസ്റ്റൽ ആറ്റസിൽ നിന്ന് എന്ത് മാത്രം പോവുക? ഒരു B- മാത്രം പോയി. അതായത് ആനിയോൺ വേക്കൻസി വന്നു. ഇവിടെ ഒരു B- മാത്രം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു, ആനിയോൺ വേക്കൻസി വന്നു. അപ്പോൾ A+, 6 A+, 6 B- ഉള്ളത് ഇപ്പോൾ എന്തായി? അത്രത്തോളം ഇല്ലല്ലോ. 6 A+, 5 B- ആയി മാറി, അല്ലേ? 6 A+, 5 B- ആണ് ഡിഫെക്റ്റിന് ശേഷം ഇപ്പോൾ ഇതിലുള്ളത്. അതായത് 5 B- എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 A+, ഇതിൽ ഏതാണ് കൂടുതൽ? A+ ആണ് കൂടുതൽ, അല്ലെങ്കിൽ മെറ്റൽ ആറ്റത്തിൻ്റെ എണ്ണമാണ് കൂടുതലുള്ളത്. അതാണ് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആദ്യം നമ്മൾ കണ്ടിരുന്നു, ഏതൊരു ഡിഫെക്റ്റ് വഴിയും എന്തെങ്കിലും മാറ്റം അവിടെ സംഭവിച്ചാൽ, ന്യൂട്രാലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മാറ്റം അവിടെ സംഭവിച്ചാൽ എന്തുണ്ടാവും? ന്യൂട്രാലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ്. ന്യൂട്രാലിറ്റി മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്. എങ്ങനെയാണ് ആ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക? അതായത് ഇപ്പോൾ ഈ ഡിഫെക്റ്റ് വഴി ഇവിടെ ഒന്നുമില്ലായിരുന്നുവെങ്കിൽ പോസിറ്റീവ് അയോണിൻ്റെ എണ്ണം കൂടുതലും നെഗറ്റീവ് അയോണിൻ്റെ എണ്ണം കുറവുമായിരുന്നു. അപ്പോൾ നെഗറ്റീവ് അയോണിൻ്റെ എണ്ണം, നെഗറ്റീവ് ചാർജ്, അതായത് 6 A+, 6 B- ഉണ്ടായിരുന്ന ക്രിസ്റ്റലിൽ ഡിഫെക്റ്റിന് ശേഷം എന്തുണ്ടായി? 6 A+, 5 B- മാത്രമായി മാറി. അപ്പോൾ ഒരു മൈനസ് ചാർജ് എന്തായാലും അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടും. അതാണ് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയുന്നത്. എങ്ങനെയാണ് നെഗറ്റീവ് ചാർജ് ചെയ്ത്? ഇലക്ട്രോണിൻ്റെ രൂപത്തിലാണ് വരുന്നത്. B- ആയിട്ടല്ല, B- പോയ സ്ഥലത്തേക്ക് ആര് വരും? ഒരു ഇലക്ട്രോൺ. അതായത് ചാർജ് അപ്പോൾ കറക്റ്റായി വീണ്ടും 6 + 6 ആയി ന്യൂട്രലായി സോളിഡ്. അങ്ങനെ ഇലക്ട്രോണിൻ്റെ രൂപത്തിൽ നെഗറ്റീവ് ചാർജ് ആ B- പോയ വേക്കൻസിയിൽ വന്നിരിക്കും. അത്തരത്തിൽ ഒരു ആനിയോൺ പോയിട്ട് അവിടെ ഒരു ഇലക്ട്രോൺ വന്നിരിക്കുന്നതിനെ പറയുന്ന ആ ഒരു സെൻറ്ററിനെ പറയുന്ന പേരാണ് എഫ് സെൻറ്റർ. അതായത് ആനിയോൺ വേക്കൻസി ഒക്യുപ്പൈഡ് ബൈ ഇലക്ട്രോൺ. ആനിയോൺ പോയ സ്ഥലത്ത് ഇലക്ട്രോൺ ഇരിക്കുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫാബേ സെൻറ്റർ അല്ലെങ്കിൽ എഫ് സെൻറ്റർ.
ഈ എഫ് സെൻറ്റർ ഉണ്ടായതുകൊണ്ട് എന്താണ് ഗുണമുള്ളത് ആ ക്രിസ്റ്റൽ ലാറ്റിസിന്? ഇതാ എഫ് സെൻറ്ററുള്ള സോഡിയം ക്ലോറൈഡ് യെല്ലോ കളറിലായിരിക്കും. എഫ് സെൻറ്ററുള്ള KCl വയലറ്റ് കളറിലാണ് കാണപ്പെടുക, അല്ലെങ്കിൽ ലൈലാക്ക് കളറിലാണ് കാണപ്പെടുക. എഫ് സെൻറ്ററുള്ള ലിഥിയം ക്ലോറൈഡ് പിങ്ക് കളറിലാണ് കാണപ്പെടുക. എങ്ങനെയാണ് എഫ് സെൻറ്റർ വരുന്നത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ. ഏത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്? ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. ആനിയോണിൻ്റെ വേക്കൻസി വന്നു, അവിടെ ഇലക്ട്രോൺ വന്നിരുന്നു. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി പ്രൊഡ്യൂസ് എഫ് സെൻറ്റേഴ്സ് ഇൻ ദ ക്രിസ്റ്റൽ ലാറ്റിസ്. What is F center? The anion vacancy occupied by electron. These F centers are color centers. These F centers give color to the crystal. They are also known as color center. In German, Farben center means color center. ഈ ഫാബൻ സെൻറ്റർ എന്നുള്ള ജർമ്മൻ വേർഡിൽ നിന്നാണ് ഈ എഫ് എന്നുള്ള വാക്ക് വന്നത്. അത് എഫ് സെൻറ്റർ. ഈ എഫ് സെൻറ്ററുള്ള എല്ലാ ക്രിസ്റ്റൽസിനും കളർ ഉണ്ടായിരിക്കും. പക്ഷേ എഫ് സെൻറ്റർ ഉണ്ടാകണമെങ്കിൽ ഏത് ഡിഫക്റ്റ് ഉണ്ടായിരിക്കണം? അതിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സാമ്പിളാണ് എന്ത് സോഡിയം ക്ലോറൈഡ് യെല്ലോ കളറാവുന്നത് ഒരു എക്സാമ്പിളായിട്ട് പറയാം. പൊട്ടാസ്യം ക്ലോറൈഡിന് വയലറ്റ് കളർ കിട്ടുമെന്ന് പറയാം. ലിഥിയം ക്ലോറൈഡിന് പിങ്ക് കളർ കിട്ടുന്നതൊക്കെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി ഓർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എഫ് സെൻറ്റേഴ്സ്. ഫസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നത്. സോഡിയം ക്ലോറൈഡിന് എങ്ങനെയാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് വഴി യെല്ലോ കളർ കിട്ടുന്നത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സോഡിയം ക്ലോറൈഡിൽ നമ്മൾ ഡിഫക്റ്റ് കാണിക്കുമ്പോൾ, അതായത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി റെപ്രസെൻറ്റേഷൻ, ഞാൻ പറയുന്നത് ഡയഗ്രമാണ് ഏറ്റവും പ്രധാനം എല്ലാ ഡിഫക്ട്സിൻ്റെ റെപ്രസെൻറ്റേഷനിൽ. ഡയഗ്രാം വരച്ചപ്പോൾ യെല്ലോ കളർ അതിന് ചുറ്റും കാണിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓർത്ത് വയ്ക്കാം നമുക്ക്. യെല്ലോ കളറായി മാറും. എപ്പോഴാണ് യെല്ലോ കളറാവുക? ഈ ഡിഫക്റ്റ് വഴി. ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഡിഫക്റ്റ് ഇല്ലെങ്കിൽ ഇതിന് കളറില്ല. വൈറ്റ് കളറുള്ള സോൾട്ടാണ്. കളർലെസ് അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള സബ്സ്റ്റൻസ് ആണ് സോഡിയം ക്ലോറൈഡ്, നമുക്കറിയാലോ. പക്ഷേ ഈ എഫ് സെൻറ്റേഴ്സ് ഉള്ള സോഡിയം ക്ലോറൈഡിന് യെല്ലോ കളറാണ്. എഫ് സെൻറ്റർ കളർ കൊടുക്കുന്ന, ഈ സോളിഡിന് കളർ കൊടുക്കുന്ന ഒരു സെൻറ്ററാണിത്. അതുകൊണ്ടാണ് അതിനെ കളർ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഈ സോഡിയം ക്ലോറൈഡിൽ Na+Cl-, Na+Cl-, ഇവിടെ ഒരു Cl- ഉണ്ടായിരുന്നു. ആ Cl- ആണ് ക്രിസ്റ്റലൈറ്റിസിൽ നിന്ന് പോയത്. അവിടെയാണ് ആര് വന്നത്? ഈ ഇലക്ട്രോൺ വന്നിരുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിന് വിസിബിൾ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യാനും അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എമിറ്റ് ചെയ്യാനൊക്കെയുള്ള കഴിവുള്ളതുകൊണ്ടാണ് അതിന് കളർ കിട്ടുന്നത്. നമുക്കറിയാം, ഒരു സബ്സ്റ്റൻസിന് കളർ കിട്ടണമെങ്കിൽ വിസിബിൾ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് വേണം. ആ ഇലക്ട്രോണിന് ആ കഴിവുള്ളതുകൊണ്ടാണ് ഈ ഇലക്ട്രോൺ ഈ ക്രിസ്റ്റലൈറ്റിസിന് യെല്ലോ കളർ കൊടുക്കുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഇലക്ട്രോൺ ഇവിടെ എത്തിയത്, എവിടെ നിന്നാണ് ആ ഇലക്ട്രോൺ വന്നതെന്നുള്ളത് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാം. അതായത് സോഡിയം ക്ലോറൈഡിൽ ഈ ഇലക്ട്രോൺ എങ്ങനെ എത്തി, എങ്ങനെയാണ് Cl- അതിൽ നിന്ന് പോയത്. അപ്പോൾ വെറുതെ സോഡിയം ക്ലോറൈഡ് വെച്ചാൽ ഈ ഒരു ഡിഫക്റ്റ് കാണുന്നില്ല. പിന്നെ എപ്പോഴാണ് ഡിഫക്റ്റ് കാണുക? വെൻ സോഡിയം ക്ലോറൈഡ് ഈസ് ഹീറ്റഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് സോഡിയം വേപ്പർ, സോഡിയം മെറ്റൽ വേപ്പറിൻ്റെ പ്രസൻസിൽ, നമ്മുടെ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഈ ഡിഫക്റ്റ് ഉണ്ടാകുന്നുള്ളൂ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൽ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഈ ഹീറ്റ് ചെയ്യാണ്. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലാണ്. ഇതിവിടെ Cl- ആയിരുന്നു ആദ്യം. Cl- ആണ് ഇപ്പോൾ ഉള്ളതെന്ന് വിചാരിക്കുക. ഈ Cl- ഉള്ള ഒരു സാധാ ക്രിസ്റ്റൽ, ഓർഡറുള്ള ക്രിസ്റ്റൽ, ഇതിന് ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത ക്രിസ്റ്റൽ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കും? ഇതിലുള്ള Cl- അയോൺസ് ഡിഫ്യൂസ് ചെയ്ത് അതിന് സർഫസിലേക്ക് എത്തും. ഈ ക്രിസ്റ്റൽ ലാറ്റിസിന് സർഫസിലേക്ക് Cl- അയോൺസ് എത്തും. ഈ Cl- അയോൺസ് അവിടെ എത്തുമ്പോൾ സോഡിയം മെറ്റൽ വേപ്പർ ഉണ്ട് പുറത്ത്. സോഡിയം മെറ്റൽ വേപ്പറിൽ സോഡിയം ആറ്റംസ് ഉണ്ട്. ആ സോഡിയം ആറ്റംസ് എന്ത് ചെയ്യും? Na+ ആയിട്ട് മാറും. ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് Na+ ആയിട്ട് മാറും. ആ Na+ഉം ഈ മുകളിലേക്ക് വന്ന് ഇവിടെ നിന്ന് വന്ന Cl- കമ്പൈൻ ചെയ്ത് NaCl ആവും. അപ്പോൾ ബാക്കിയുള്ള ഇലക്ട്രോൺ ആണ് ഇവിടെ വന്നിരിക്കുക. ഒന്നുകൂടെ പറയാം, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ നമ്മൾ ഹീറ്റ് ചെയ്തു. ഇതിൻ്റെ പ്രസൻസിലാണ് സോഡിയം ആറ്റങ്ങൾ പുറത്തുണ്ട്. അതായത് സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്തത്. അപ്പോൾ സോഡിയം ആറ്റംസ് ധാരാളം ഉണ്ട് ഇവിടെ. Cl- ആണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് നമ്മൾ ഹീറ്റ് ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു? Cl- ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തി, സർഫസിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്നു. ഈ സർഫസിൽ Cl- എത്തിയപ്പോൾ അവിടെ ധാരാളം സോഡിയം ആറ്റംസ് ഉണ്ട്. ആ സോഡിയം ആറ്റംസ് സോഡിയം അയോൺസ് ആയി ഈ Cl- Na+ കൊണ്ട് കമ്പൈൻ ചെയ്തു, NaCl ആയി. അതേസമയം സോഡിയം Na+ ആയപ്പോൾ റിലീസ് ചെയ്ത ഇലക്ട്രോൺ ഈ Cl- പോയ സ്ഥലത്തേക്ക് വന്നിരുന്നു. ഇതാണ് എഫ് സെൻറ്റർ ഉണ്ടാവാനുള്ള കാരണം. ഇത്തരത്തിൽ നമുക്ക് ലിഥിയം ക്ലോറൈഡിനെയും പൊട്ടാസ്യം ക്ലോറൈഡിനെയും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസും സോഡിയം ക്ലോറൈഡ് പോലെ, ഇപ്പോൾ ലിഥിയം ക്ലോറൈഡ് പിങ്ക് കളർ എപ്പോഴും കിട്ടും? ലിഥിയം ക്ലോറൈഡ് ലിഥിയം മെറ്റൽ വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഡിഫക്റ്റ് ഉണ്ടാവും, എഫ് സെൻറ്റർ ഉണ്ടാവും, അങ്ങനെ കളർ കിട്ടും, പിങ്ക് കളർ കിട്ടും. അത് ഈ ഇലക്ട്രോൺ ഏത് കളറാണോ വിസിബിൾ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്ത് അതനുസരിച്ചുള്ളൊരു കളറാണ് വരിക. അതാണ് കളർ മാറിക്കൊണ്ടിരിക്കുന്നത്.
പൊട്ടാസ്യം ക്ലോറൈഡ് ഇതുപോലെ പൊട്ടാസ്യം മെറ്റൽ വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡിഫക്റ്റ് ഉണ്ടാകും. എഫ് സെൻറ്റേഴ്സ് ഫോം ചെയ്യും. ആ എഫ് സെൻറ്ററിലുള്ള ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് അനുസരിച്ച് ഏത് വേവ് ലെങ്ത്താണ് അബ്സോർബ് ചെയ്യുന്നത് അതനുസരിച്ച് കളർ മാറും. പൊട്ടാസ്യം ക്ലോറൈഡിന് വയലറ്റ് കളറാണ് കിട്ടുന്നത്. അങ്ങനെ എഫ് സെൻറ്റേഴ്സ് ക്രിസ്റ്റൽ ലാറ്റിസിന് കളർ കൊടുക്കുന്നു. അതായത് ഇനി ഇതെങ്ങനെ ഒരു മെറ്റൽ എക്സസ് ഡിഫക്റ്റായി നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ CL- ആയിരുന്നു. CL- ആയിരുന്നെങ്കിൽ 6 Na+ഉം 6 Cl- ആയിരുന്നു. ഡിഫക്റ്റ് ഇല്ലാത്ത ക്രിസ്റ്റലിൽ 6 Na+ ഉണ്ട്, 6 Cl- അല്ലെങ്കിൽ 6 Nയും 6 Cl ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ്? ഇപ്പോഴുള്ള കാര്യം സോഡിയം അയോൺസ് കൂടുതലാണ്, ക്ലോറിൻ കുറവാണ്. Na+ കൂടുതലും Cl- കുറവാണ്. 5 Cl- 6 Na+ഉം. അതായത് Na+ എന്ന് പറഞ്ഞാൽ Na എന്ന് പറഞ്ഞാൽ മെറ്റൽ ആറ്റമാണ്. മെറ്റൽ ആറ്റം എക്സസ് ആയി. പക്ഷേ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എഫ് സെൻറ്റർ ഫോം ചെയ്തത്. അതായത് ഇലക്ട്രോൺ ഒന്ന് പോയി, ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ നിന്ന് പോയപ്പോൾ അതിന് പകരം വന്ന നെഗറ്റീവ് ചാർജാണ് ഈ ഇലക്ട്രോൺ. അങ്ങനെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ക്ലിയർ ആയിട്ടുണ്ട്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Ionic solids which have anionic vacancies due to metal excess defect develop color. Explain with help of example. Either lithium chloride, potassium chloride or sodium chloride. Any example you can write or explain any one example. എൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇതാ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ X- M+, ഇവിടെ X- ഉണ്ടായിരുന്നു. ഈ X- ഉണ്ടായിരുന്ന ക്രിസ്റ്റലിൽ ഇപ്പോൾ X- കാണാനില്ല. പകരം എന്താ ഉള്ളത്? അവിടെ ഒരു ഇലക്ട്രോൺ ആണ് വെച്ചിട്ടുള്ളത്. ഇനി വേറൊരു X- ഇതാ ഇവിടെയും വരയ്ക്കാൻ വേണമെങ്കിൽ X- ഈ പോയിന്റിൽ നിന്ന് X- പോയാൽ അവിടെ ഒരു ഇലക്ട്രോൺ. അതുപോലെ അടുത്ത പോയിന്റിൽ നിന്ന് X- പോയാൽ ഈ പോയിന്റിൽ നിന്നാണ് X- പോകുന്നതെങ്കിൽ ഈ ഗ്രീൻ കളറാണല്ലോ നെഗറ്റീവ് അയൺസ്. ആ നെഗറ്റീവ് അയൺ ഇവിടെ നിന്ന് പോകാം, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടെ നിന്നാണ് പോകുന്നതെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഉണ്ടാവും. 2 X- പോയാൽ 2 ഇലക്ട്രോൺസ് കാണിക്കണം. അങ്ങനെയാണ് എൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്, ചിത്രത്തിൽ നിന്ന് വളരെ ക്ലിയർ ആണിത്. അപ്പോൾ ഇനി അടുത്ത ഒരു എക്സാമ്പിൾ വരുന്നത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ ഇൻ ദ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. അതിനൊരു എക്സാമ്പിളാണ് സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡിൽ ഈ ഡിഫക്റ്റാണ് നമ്മളിപ്പോൾ രണ്ടാമത് പറയുന്ന ഡിഫക്റ്റാണ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് തന്നെയാണ്, പക്ഷേ ഏത് ടൈപ്പ് മെറ്റൽ എക്സസ് ഡിഫക്റ്റാണ്? ഡ്യൂ ടു ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് പുറത്തുനിന്ന് കയറി വരിക. സിങ്ക് ഓക്സൈഡിൻ്റെ ഒരു വെളുത്ത പൊടിയായിരുന്നു ഇത്. ഒരു വൈറ്റ് കളറിലൊരു പൊടിയായിരുന്നു, പൗഡറായിരുന്നു ഇത്. സിങ്ക് ഓക്സൈഡാണ്. ഇത് അവിടെ താഴെ നിന്ന് ഹീറ്റ് ചെയ്തപ്പോൾ ഏത് കളറിലേക്ക് മാറിയത്? അതും യെല്ലോ കളറിലേക്ക് മാറി. സിങ്ക് ഓക്സൈഡ് is white in color. On heating it turns yellow. Therefore on heating a defect occur in zinc oxide. What is a defect? Metal excess defect due to interstitial cation. Then let's take zinc oxide as an example. Zinc oxide is white in color. On heating it becomes yellow colored. Then when zinc oxide is heated, what will happen to the zinc oxide crystal? This reaction takes place in zinc oxide crystal. Zinc oxide ZnO on heating converted to Zn2 plus 2 electron and half O2. O2 gas, oxygen gas is liberated. Oxygen gas is liberated from the crystal. And the Zn2 plus, and what will happen to the Zn2 plus and these 2 electrons? These Zn2 plus ions occupy the interstitial site, and the 2 electrons also occupy the nearby interstitial site. These electrons are responsible for yellow color. These electrons give yellow color to the zinc oxide crystals. On heating, this defect occur in zinc oxide crystal. These electrons are formed in the interstitial site and zinc oxide become yellow colored. At room temperature, there is no metal excess defect in zinc oxide crystal, and these electrons are not present at room temperature in zinc oxide crystal, and it is colorless or white. Therefore, how metal excess defect occur? Metal excess defect occur when an cation occupy the interstitial site and electron occupy the nearby interstitial site to maintain electrical neutrality. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടോ? മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് ഇതിൽ. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാ Zn2 plus O2 minus Zn2 plus O2 minus ഈക്വൽ നമ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു Zn2 plus എക്സ്ട്രാ കാറ്റയോൺ, അതായത് പുറത്തുനിന്ന് ഒരു എക്സ്ട്രാ കാറ്റയോൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് എത്തി. സിങ്ക് 2 plus വന്നു. 2 plus കൂടി. ഇപ്പോൾ ന്യൂട്രലായിരുന്ന സോളിഡിൽ ഇപ്പോൾ 2 plus ചാർജ് കൂടി.
അപ്പോൾ എന്ത് സംഭവം, വീണ്ടും 2 ഇലക്ട്രോൺസ് വന്ന് അതിനെ ന്യൂട്രലൈസ് ചെയ്തു, വീണ്ടും സോളിഡിനെ ന്യൂട്രലാക്കി മാറ്റി. അങ്ങനെയാണ് ഇവിടെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടത്. ഇനി ഇവിടെ ഒരു പ്ലസ്സേ വരുന്നുള്ളൂ എങ്കിൽ, ഒരു എ പ്ലസ് ആണ് എക്സസ് ആയിട്ട് വരുന്നതെങ്കിൽ ഇവിടെ 1 ഇലക്ട്രോൺ വരും. 2 പ്ലസ് ആണ് എക്സസ് വരുന്നതെങ്കിൽ 2 ഇലക്ട്രോൺ വരും. അങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. What is metal excess defect due to extra cation? Cation occupies extra cation occupies interstitial site and electron occupies the nearby interstitial site to maintain electrical neutrality. That is known as metal excess defect due to interstitial cation. This type of defect occur in zinc oxide crystal. Next one is metal deficiency defect. Metal deficiency defect occur mainly by cation vacancy. കാറ്റയോൺ വേക്കൻസി വഴി, അതായത് കാറ്റയോൺ ക്രിസ്റ്റലാറ്റിസ് നഷ്ടപ്പെടുന്നത് വഴിയാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ കാറ്റയോൺ ഒരു നഷ്ടപ്പെടണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കാറ്റയോൺ നഷ്ടപ്പെട്ടിട്ട് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ എക്സാമ്പിളാണ് വരച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു എ പ്ലസ്, ഇവിടെ ഒരു ബി മൈനസ് കഴിഞ്ഞാൽ ഇവിടെ എ പ്ലസിൻ്റെ സ്ഥലമാണത്. ഈ ഒരു എ പ്ലസ് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ന്യൂട്രാലിറ്റി പോയി, ഒരു പ്ലസ് ചാർജ് കുറഞ്ഞു, മെറ്റൽ ഡെഫിഷ്യൻസി വന്നു. മനസ്സിലായി? കാരണം ആദ്യം 6 എ പ്ലസും 6 ബി മൈനസും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കാറ്റയോൺ പോയതിന് ശേഷം 5 എ പ്ലസും 6 ബി മൈനസും, അതായത് മെറ്റൽ ആറ്റം എ ഡെഫിഷ്യൻ്റായി. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റാണ്. പക്ഷെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന പിന്നെ വീണ്ടും നമുക്കറിയാം, ഏത് ഡിഫക്റ്റ് ആയാലും ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു പ്ലസ് ചാർജ് കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പ്ലസ് ചാർജ് ന്യൂട്രാലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ അഡീഷണൽ പോസിറ്റീവ് ചാർജ് ഓൺ ദ നിയർ ബൈ കാറ്റയോൺ. ദാറ്റ് ഈസ് നോൺ ആസ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. There is cation vacancy. Here there is cation vacancy. Therefore, A converted to A plus converted to A2 plus. അതിൻ്റെ അർത്ഥം എന്താണ്, എ എന്നുള്ള മെറ്റൽ ആറ്റത്തിന് +1 എന്നുള്ളൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റും +2 എന്നുള്ളൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയൊരു ഡിഫക്റ്റ് സംഭവിക്കുള്ളൂ. അപ്പോൾ എന്തിനാ ഒരേ എലമെൻറ്റ് 2 വ്യത്യസ്ത 2ഓ അതിലധികമോ വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കാണപ്പെടുക, അതിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ വാലൻസി, അല്ലെങ്കിൽ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. നമുക്കറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഒരു ബ്ലോക്ക് എലമെൻസിന് ഈ ഒരു പ്രത്യേകതയുണ്ട്, ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതായത് വേരിയബിൾ ബാലൻസി കാണിക്കാൻ കഴിവുള്ള എലമെൻസ് ആണ് ആ ബ്ലോക്കിൽ കൂടുതലും. ഏതാണ് ആ ബ്ലോക്ക്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, ട്രാൻസിഷൻ മെറ്റൽസ് ഓർ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കുന്നത് മിക്കവാറും മെറ്റൽ ആറ്റംസ് എന്തിൻ്റെ കോമ്പൗണ്ട് ഏതായിരിക്കണം? ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കണം. ഒരു ട്രാൻസിഷൻ എലമെൻറ്റ് മെറ്റൽ ആറ്റമായിട്ട് വരുമ്പോൾ അത്തരത്തിലുള്ള മെറ്റൽ ആറ്റങ്ങളുടെ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്ന ക്രിസ്റ്റലാറ്റിസുകളാണ് ഏത് ഡിഫക്റ്റ് കാണിക്കുക? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. എങ്കിൽ മാത്രമേ ആ മെറ്റൽ ആറ്റത്തിന് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ എ ആറ്റംസ് ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഡിഫക്റ്റ് കാണുള്ളൂ? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണപ്പെടുന്നുള്ളൂ. Due to this defect, metal atom become deficient. That is metal deficiency defect. മെറ്റൽ ആറ്റത്തിൻ്റെ എണ്ണം കുറയുന്നു, നമ്മുടെ സ്റ്റോയിഷിയോമെട്രി റേഷ്യോയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ. കാറ്റയോൺ വേക്കൻസി വഴിയാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇനി ഇത് സാധാരണ കാണപ്പെടുന്നത് ഏതിലാണ്? ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സിലാണ്, ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമ്പൗണ്ട്സിലാണ്. എങ്കിൽ മാത്രമേ വേരിയബിൾ വാലൻസി കാണിക്കാൻ മെറ്റൽ ആറ്റത്തിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ കോമ്പൗണ്ടാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എ കാറ്റയോൺ ഈസ് absent from its position and the electrical neutrality is maintained by additional positive charge on the nearby cation. അതാണ് ഈ ഡിഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ. ഡിഫക്റ്റിന് മുൻപ് A B 6:6 ആയിരുന്നു. ഇപ്പോൾ ഡിഫക്റ്റിന് ശേഷം A:B 5:6 ആണ്. പക്ഷെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മെറ്റൽ ആറ്റം എ എന്നുള്ള ആറ്റം ഡെഫിഷ്യൻ്റായി കുറഞ്ഞുപോയി. ഇതിനേക്കാൾ അതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ എന്താണ്? FeO എന്നുള്ള ക്രിസ്റ്റലിൽ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണപ്പെടുന്നുണ്ട്. Fe എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ എലമെൻ്റ് ആണല്ലോ, അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണല്ലോ. അപ്പോൾ ഡിഫക്റ്റ് സാധ്യമാണ്. അപ്പോൾ ആ ഈ ഡിഫക്റ്റ് വഴി Fe 0.95O എന്നായി മാറും അതിൻ്റെ കോമ്പോസിഷൻ. ശരിക്കും 1:1 റേഷ്യോ ആണ് വേണ്ടത്. പക്ഷേ ഡിഫക്റ്റ് ഉള്ള ക്രിസ്റ്റലിൽ Fe 1.95ഉം ഓക്സിജൻ 1 ആയിരിക്കും. ആ റേഷ്യോയിലാണ് കാണപ്പെടുക. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നിക്കൽ ഓക്സൈഡ്. നിക്കൽ ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. നിക്കൽ ഓക്സൈഡും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്.
വേറൊരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് FeS, അയൺ പൈറൈറ്റ്സ്. അയൺ പൈറൈറ്റ്സ് ആണ് FeSനെ വിളിക്കുക, അല്ലെങ്കിൽ അയൺ സൾഫൈഡ് ആണത്. അതിനൊരു നിക് നെയിം ഉണ്ട്, ഇതൊരു വിളിക്കുന്ന പേരാണ് എന്ത്, ഫൂൾസ് ഗോൾഡ്. എന്താ ഫൂൾസ് ഗോൾഡ് എന്ന് വിളിക്കുന്നത്? വിഡ്ഢികളുടെ സ്വർണം എന്നാണ് പറയുക. എന്തുകൊണ്ടാണ്? ഈ FeSലെ Fe എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആണ്, ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ FeSൽ എന്ത് പറ്റും? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് FeSൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എന്താണ് ഉണ്ടാകുന്നത്? അഡീഷണൽ കാറ്റയോൺസ് ഉണ്ടാവും. അതുപോലെ വേരിയബിൾ ബാലൻസിലുണ്ട്. അയണിന് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, Fe2+, Fe3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കളർ കിട്ടും. ക്രിസ്റ്റലിന് ഗോൾഡിൻ്റെ പോലെ ഒരു കളർ കിട്ടും. ഗോൾഡിൻ്റെ പോലെ കളറുണ്ട്, ഒരു ഷൈനിങ് നേച്ചറും കിട്ടും. അപ്പോൾ ഒരു ഗോൾഡ് പോലെ തോന്നും. ഏത്? ഈ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റുള്ള FeS അല്ലെങ്കിൽ അയൺ പൈറൈറ്റ്സിന് ഗോൾഡ് ലൈക്ക് അപ്പിയറൻസ് ഉണ്ട്, ഷൈനിങ് നേച്ചറും കളറൊക്കെ. ഒരു ചെറിയ ഗോൾഡിൻ്റെ പോലെ ഒരു ചെറിയ കളറുണ്ട്, അതുപോലെ ഷൈനിങ് നേച്ചറും കിട്ടും. ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഡിഫക്റ്റ് ഇല്ലെങ്കിൽ അതിന് ഗോൾഡിൻ്റെ അപ്പിയറൻസ് ഒന്നുമില്ല. അപ്പോൾ ഡിഫക്റ്റുള്ള FeSനെ വിളിക്കുന്ന പേരാണ് ഫൂൾസ് ഗോൾഡ്. ഇനി അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇതാ FeSൻ്റെ ക്രിസ്റ്റലൈറ്റിസ് ആണിത്. Fe2+, S2-, Fe2+, S2-. അടുത്തത് Fe2+ൻ്റെ തൊട്ട് താഴെ S2-. ഇവിടെ ഏതിൻ്റെ സ്ഥലമാണ്? Fe2+ൻ്റെ സ്ഥലം. Fe2+ ആണത് ആദ്യം ഉണ്ടായിരുന്നത്. S2-, ഇവിടെ Fe2+ ആണ് ഉണ്ടായിരുന്നത്. ഇത് Fe2+, S2-, Fe2+, S2-. ഇത് ഡിഫക്റ്റ് മുൻപ് ഇതായിരുന്നു അവസ്ഥ. ഇത് Fe2+ ആയിരുന്നു, ഇത് Fe2+ ആയിരുന്നു, ഇത് Fe2+ ആയിരുന്നു. ഇപ്പോൾ ഡിഫക്റ്റിന് ശേഷം അവിടെ എന്ത് മാറ്റമാണ് നടന്നത്? ഇവിടെ എന്ത് സംഭവിച്ചു? ഈ Fe2+നെ ഇവിടെ കാണാനില്ല, വേക്കൻസിയാണ് ഇവിടെ. അപ്പോൾ കാറ്റയോൺ വേക്കൻസി ഉണ്ടായി. Fe2+ൽ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു. ഇനി ന്യൂട്രാലിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടത്? അപ്പോൾ 2+, ഇവിടെ നിന്ന് മിസ്സിംഗ് ആണ്, 2+. അപ്പോൾ 2+ ഇവിടെ എങ്ങനെയെങ്കിലും നിലനിർത്തപ്പെടും, അല്ലെങ്കിൽ തിരിച്ചു വരും. എങ്ങനെ തിരിച്ചെത്തിയത്? Fe3+, ഒരു 2+, 3+ ആയി, വേറൊരു 2+ഉം 3+ ആയി. അപ്പോൾ ഇതുകൊണ്ട് ഒറ്റൊന്നിന് 4+ ആയാൽ മതിയില്ലേ? അപ്പോഴും ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ 4+ എന്നൊരു സ്റ്റേറ്റ് അയണില്ല. അതുകൊണ്ടാണ് 2 Fe2+, Fe3+കളായി മാറിയത്. അയണിന് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കോമൺ ആയിട്ട്. വേരിയബിൾ ബാലൻസി ഉണ്ട്, വളരെയധികം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നുമില്ല. 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കോമൺ. ഏതൊക്കെയാണത്? 2+ എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്, നെക്സ്റ്റ് 3+ ആണ്. 4+ എന്നൊരു സ്റ്റേറ്റ് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ആക്കാൻ പറ്റാത്തത്? ഈ 2+ പോയപ്പോൾ 2+നെ 4+ ആക്കാത്തത്. ഇവിടെ ഒരു പ്ലസ് കൊടുത്തു, ഇവിടെ ഒരു പ്ലസ് കൂടി, അങ്ങനെ ടോട്ടൽ 2+ കൂടി. അപ്പോൾ ഇവിടെ നിന്ന് പോയാൽ 2+ന് പകരമായി. ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു. പിന്നെ ഇത്തരത്തിലുള്ള ക്രിസ്റ്റലൈറ്റിസിന്, അതായത് ഈ ഡിഫക്റ്റുള്ള ക്രിസ്റ്റലൈറ്റിസിൽ ഇലക്ട്രോൺ ഫ്ലോ വരുന്നുണ്ട്. ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫ്ലോ വരുന്നത്? കാരണം Fe2+, Fe3+ ആയി എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രോൺ റിമൂവലാണ്. റിമൂവൽ ഓഫ് ഇലക്ട്രോൺ വഴിയാണല്ലോ Fe3+ ആവുക. അപ്പോൾ ആ ഇലക്ട്രോൺസ് ഇവിടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് ഈ ക്രിസ്റ്റലൈറ്റിസിൽ. ഈ പോസിറ്റീവ് അയൺസിൻ്റെ ഇടയിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ ജമ്പ് ചെയ്ത് നടക്കുന്നുണ്ട്. ആ ഇലക്ട്രോൺസാണ് എന്ത് കൊടുക്കുന്നത്? ഈ ഷൈനിങ് നേച്ചർ കൊടുക്കുന്നത്. ഏതിന്? ഈ FeSൻ്റെ ക്രിസ്റ്റലിന് ഷൈനിങ് പ്രോപ്പർട്ടി കൊടുക്കുന്നു. പിന്നെ ഒരു ഗോൾഡ് ലൈക്ക് കളർ കൂടി ഉള്ളതുകൊണ്ട് അത് ഫൂൾസ് ഗോൾഡ്, അല്ലെങ്കിൽ ഗോൾഡ് നിക് നെയിം എന്നാണ് ഫൂൾസ് ഗോൾഡ്. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് വഴി FeSന് ഗോൾഡ് ലൈക്ക് അപ്പിയറൻസ് കിട്ടുന്നു, ഷൈനിങ് നേച്ചർ കിട്ടുന്നു. അതുകൊണ്ട് അത് എന്ത് പേര് വിളിക്കും? ഫൂൾസ് ഗോൾഡ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് വേറൊരു സാധ്യത എന്താണ്? നമ്മൾ പറഞ്ഞു മെറ്റൽ എക്സസ് ഡിഫക്റ്റ് 2 രീതിയിൽ ഉണ്ടാവുന്ന പോലെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിനും 2 സാധ്യത പറയാമല്ലോ. ഇതൊക്കെയാണ് ഒന്ന് പറഞ്ഞപ്പോൾ കാറ്റയോൺ വേക്കൻസി. രണ്ടാമത്തെ ഒരു സാധ്യത എന്താണ്? ഇൻഡസ്ട്രീഷ്യൽ ആനയോൺ വഴിയും പറ്റും. പക്ഷേ ഇൻഡസ്ട്രീഷ്യൽ ആനയോൺ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്താ? ആനയോൺ ഒരിക്കലും ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ സാധ്യത മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്തും കാണാറില്ല, ഒട്ടും നോട്ട് കോമൺ, തീരെ കാണുന്നില്ല. എന്ത്? ഇൻഡസ്ട്രീഷ്യൽ ആനയോൺ വന്നിട്ട് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിന് ഒരു സാധ്യത മാത്രമാണ്, അതൊരിക്കലും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആകെ കാറ്റയോൺ വേക്കൻസി വഴി മാത്രം ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ എക്സാമ്പിളും പറഞ്ഞു. മെറ്റാലിക് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഷൈനിങ് നേച്ചർ ഏതിനാണ്? പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും കൂടുന്നുണ്ട്. എന്ത്? അയൺ സൾഫൈഡ് അല്ലെങ്കിൽ അയൺ പൈറൈറ്റ്സിന്. ഏത് വഴി? ഈ ഡിഫക്റ്റ് വഴി, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ടാകുന്നത് വഴി. അപ്പോൾ നമ്മൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, ഇത് രണ്ടുമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് 2 തരത്തിലും, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഒരു രീതിയിലാണ് ഉണ്ടാവുക. എല്ലാ ഡിഫക്റ്റിലും നമ്മൾ സ്റ്റോയിഷ്യോമെട്രി ഡിഫക്ട്സിൽ കണ്ടതുപോലെ തന്നെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്, പല രീതിയിലാണെന്ന് മാത്രം.
മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇലക്ട്രോൺസ് വന്നിട്ടാണ്. പക്ഷേ ഇവിടെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തത് എങ്ങനെയാണ്? ഇലക്ട്രോൺസ് ഒന്നും വന്നിട്ടല്ല, പിന്നെ ഏതാണ്? അഡീഷണൽ പോസിറ്റീവ് ചാർജ് ഓൺ ദ നിയർ ബൈ കാറ്റയോൺ. ഇങ്ങനെയാണ് ഇവിടെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടത്. ഇനി ട്രാൻസിഷൻ എലമെൻറ്റ്സ് കാണിക്കുന്ന ഡിഫക്റ്റ്, ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ കോമ്പൗണ്ട്സ് കാണിക്കുന്ന ഡിഫക്റ്റാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് FeS. ഈ ഡിഫക്റ്റ് വഴി FeSന് ഫൂൾസ് ഗോൾഡ് എന്നൊരു പേര് വരെ കിട്ടിക്കഴിഞ്ഞു. കാരണം അത് ഷൈനിങ് നേച്ചർ കാണിക്കുന്നുണ്ട് ആ ഇലക്ട്രോൺ ജമ്പ് കാരണം. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻ അല്ലെങ്കിൽ നോൺ സ്റ്റോയിഷിയോമെട്രി ഡിഫക്ട്സ് കംപ്ലീറ്റ് കഴിഞ്ഞു, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.